എല്ലാവരും വന്നേ, നമുക്കിന്നൊരു ചൂര കറി വെക്കാമേ. ഇന്ന് രാവിലെ ഒരു വലിയ ചൂര കിട്ടി. ചൂര വെട്ടുന്ന ഒരു പട്ട പണിയാണെങ്കിലും ഞാനത് വെട്ടി ഒരുവിധം റെഡിയാക്കി എല്ലാം പീസാക്കി ഇട്ട് വെച്ചു. അതിന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു. അതിന് കുറച്ച് ഞാനെടുത്തു, വറക്കാനെടുത്തു. കുറച്ച് ഞാൻ നാളത്തേക്കത് മാറ്റി വെച്ചു. വലിയ ചൂരയായിരുന്നു. അത് വറക്കാനെടുത്ത് അതെല്ലാം മറിഞ്ഞിട്ട് വെച്ചപ്പോൾ ഞാൻ കുറച്ച് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ കുറച്ച് കുരുമുളകും, അതായത് കുരുമുളകും, വെളുത്തുള്ളിയും, മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി, ഇച്ചിരി വിനെഗറെല്ലാം ഒഴിച്ച് ശരിയാക്കി വെച്ചു. അടുത്തത് മീൻ കറിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി, കരിയാപ്പില, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, തക്കാളിപ്പഴം ഇതൊക്കെ റെഡിയാക്കി വെക്കണം. പുളി എടുത്ത് വെള്ളത്തിട്ട് വെക്കണം. കുടംപുളി വൃത്തിയായിട്ട് പുളി ഇറങ്ങണം. അത് വൃത്തിയായിട്ട് 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രിപ്പറേഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടെ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എങ്ങനെ പാചകം ചെയ്യുമെന്ന് വെച്ചാൽ അറിയത്തില്ല. ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഒഴിച്ചു. അതിൻ്റെ പുറകെ കുറച്ച് ഉലുവ ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, അതിൻ്റെ പുറകെ ചുവന്നുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വേണ്ടുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴതിന് ശേഷം തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുക. തക്കാളിപ്പഴം പിന്നെ മുളക് പൊടി ഇട്ടതിന് ശേഷം ഇട്ടാലും മതി. എനിക്ക് ഇച്ചിരി വഴണ്ട് പോകാമെന്ന് ഇഷ്ടമായിരുന്നു, ഞാൻ നേരത്തെ ഇട്ടു. തക്കാളിപ്പഴം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മഞ്ഞൾപ്പൊടിയുടെ പുറകെ തന്നെ മല്ലിപ്പൊടി ഇച്ചിരി മൂത്തെങ്കിൽ ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ പച്ച വയ്ക്കും. അതിന് മല്ലിപ്പൊടി ആദ്യമേ ഇട്ടൊന്ന് ഇളക്കണം. അതിൻ്റെ പുറകെ മുളക് പൊടി, അതിൻ്റെ പുറകെ ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായി. അതിന് ശേഷം ഒരു ശകലം, ഒരു പൊടി പേരിന് ഒരു ശകലം, ഒരു കായപ്പൊടി ഉള്ളതിന് ശകലം കായപ്പൊടി പേരിന് ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം ഒന്നുകൂടെ കൂട്ടി ഇളക്കി ഒന്നുകൂടെ നല്ലോണം റോസ്റ്റ് ചെയ്ത് കായപ്പൊടി ഉണ്ട് അത്രയും അവിടെ കുറച്ച് കൂടുതലേ. എല്ലാം നല്ലപോലെ പച്ചമണം മാറുന്ന നല്ല ഭംഗിയായിട്ട് വഴറ്റണം. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന പുളിവെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഇളക്കി പരുവത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കണം. നന്നായിട്ട് വെട്ടതിന് ശേഷം മാത്രം ഇട്ടാൽ മതി നമ്മളുടെ മീൻ കഷ്ണം. അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. മീൻ കഷ്ണം അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഉള്ളിൽ റെഡിയാണല്ലോ, സമയമാകുമ്പം കിട്ടാൽ മതിയല്ലോ. അപ്പോൾ ആ പരിപാടി വരുന്ന കഴിയുള്ളൂ. അങ്ങനെ വെള്ളമെല്ലാം വെച്ച് പരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചാറ് പറ്റി വേണം വരാൻ. വെള്ളത്തിനകത്ത് നിന്ന് മീൻ കിടന്ന് ചാറ് പറ്റി വേണം റെഡിയായിട്ട് വരാനായിട്ട്. അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ ചാറ് കണ്ട് റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. ചെറിയും ചെറുതായിട്ട് തിളവ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പതുക്കെ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് അത് ഫുള്ളൊന്നെല്ലാം ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അത് മൂടി വെച്ച് വേവിക്കണം. നല്ലോണം തിളപ്പിച്ച് വേവിച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി വേഗം റെഡിയാവും. ഇതെല്ലാം ഇളകി അല്ലല്ലോ സെറ്റാണ്. ഇതെല്ലാം ഒന്ന് മിക്സായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ചൂര മീൻ കറി റെഡിയാവും. നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ എന്നാലും അവസാനം കുറച്ചും കൂടി ഇടണം. കുരുമുളക് പൊടി മസ്റ്റായിട്ട് ഇടണം കേട്ടോ. കുരുമുളക് എടുത്ത് ക്രഷ് ചെയ്ത് നല്ലോണം ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സി പൊടിച്ചില്ല, ഇച്ചിരി തരിയായിട്ട് വെക്കണമെന്ന് വെച്ചിട്ട് കുറച്ച് കല്ല് വെച്ചിട്ട് ചതച്ചിട്ട് ഇട്ടിരിക്കുക. ആദ്യം ഉള്ളത് കുറഞ്ഞു തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി ക്രഷ് ചെയ്തിട്ടതാണ്. എല്ലാം കൂടെ ഇട്ട് നല്ല മനോഹരമായ മൂക്കിന് നമ്മുടെ രസമകുളങ്ങളെ ഉണർത്തുന്ന നല്ല മണം വരുന്നുണ്ട്. പുറത്ത് ഞാനിത് കിച്ചടിക്കാണ്. ബീറ്റ്റൂട്ടും ഉള്ളിയെല്ലാം അരി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ മീൻ നല്ലപോലെ തിളച്ച് തുടങ്ങി. ഇത് പറ്റണം. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുറത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാറി തിരിച്ച് മീൻ കഷ്ണം